ആണുങ്ങളില്ലാത്ത നേരത്തെ അവൻ എന്നെ ലൈൻ വലിക്കാൻ വന്നേക്കണം. നിങ്ങൾ ഒറ്റ ഇതിനൊക്കെ കാരണം. ആഹാ, ലൈൻ വലിക്കാൻ വന്നേക്കണം. മിണ്ടരുത്, എന്റെ ഭർത്താവല്ലാതെ എനിക്ക് സ്ത്രീ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് വിഷുവാണ്. വിഷു അല്ല, വിഷം. പ്ലാസ്റ്റിക് കത്തിച്ചതിന്റെ പുക അന്തരീക്ഷം ചെന്ന് അത് തിരിച്ചു വന്ന് നമ്മൾ ശ്വസിക്കുമ്പോ നമ്മുടെ ശരീരത്തിന് അത് അടപടപട. ടീച്ചർമാരോട് പറയലട്ടാ ടീച്ചറെ. ഞാൻ വലിച്ചു വാരി എറിയും. എനിക്കെന്താ ഇവിടെ ആരും ഒന്നും തിന്നണ്ട. പിന്നെണ്ടാ എനിക്കെന്താ? പശു പാൽ തരുന്നില്ല, നമ്മൾ പശുവിനെ കറന്നെടുക്കുകയാ ചെയ്യുന്നത്. ഏതെങ്കിലും പശു പാല് തന്നിട്ടുണ്ടോ? ഇല്ല. പശു തരൂല എന്ന് മാത്രല്ല, നമ്മളെ പരമാവധി തട്ടുകയും ചെയ്യും. പക്ഷെ പാവ കോഴി നമുക്ക് മുട്ട തരാറുണ്ട്. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ. അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. உங்களுக்கு என்ன பத்தி தெரியல. பொட்டு வச்சு பூ வச்சு கொண்டை போட்டு கொடைய பிடிச்சிட்டு ஸ்கூலுக்கு போற சாதாரண டீச்சர் இல்ல சார். நான் வேற மாதிரி. என் சிரிப்புக்கு பின்னாடி எத்தனை பேரோட அழுக இருக்குன்னு எனக்கு மட்டும்தான் தெரியும். என்ன வெளிய போ சொல்ற? நீ யாரு? டீ போட்டு பேசாதீங்க. எல்லா பொம்பளையும் நான் டீ போட்டு தாண்டி பேசுவேன். நீ என்ன பெரிய இவளா? ஒரு பொம்பளை புள்ளனா குடும்பத்துக்கு அடக்க ஒடுக்கமா இருன்னு சொல்லி கொடுத்து வளர்க்கணும். இல்லனா இப்படி தான் பஜாரி மாதிரி ஏத்தி பேசுவாங்க. என்ன പൊമ്പളേനാ இப்படி இருக்கணும் அப்படி இருக்கணும்னு ഇനി എത്ര നാளைക്ക് சொல்லிட்டே இருப்பீங்க? ഞാനതൊക്കെ അപ്പോഴേ മറന്നു. അങ്ങനെ മറക്കണ്ടെന്ന് പറയായിരുന്നു. എനിക്കിപ്പോഴും ഇഷ്ടം തന്നെയാ. കുറെ വർഷങ്ങൾ കഴിയുമ്പോ അവര് നമ്മളോട് തിരിച്ചു ചോദിക്കും, അമ്മക്ക് എന്താ ചെയ്യാൻ വയ്യായിരുന്നോ? നമ്മുടെ ഭർത്താവും ചോദിക്കില്ലേ, നിനക്കെന്താ, നിനക്ക് പടം വരയ്ക്കണായിരുന്നെങ്കിൽ വരച്ചുകൂടായിരുന്നു, ആരെങ്കിലും പറഞ്ഞു വരയ്ക്കണ്ടെന്ന്. എല്ലാരും ചോദിക്കും, ഇത്രയും വർഷം നീ ഇതൊന്നും ചെയ്യാതെ ചുമ്മാ ഈ അടുക്കളക്ക് വേണ്ട, ഞങ്ങളിപ്പോ കഴിച്ചിട്ട് വന്നാന്ന് പറയും. അല്ലെ, നിന്നേക്കാളും നമ്മളെക്കാളും ഡീസന്റ് അവൻ. അപ്പൊ വേണ്ടാന്ന് പറയുള്ളൂ. അങ്ങേര് വേണോന്നങ്ങാണം പറഞ്ഞ നിങ്ങൾ പറയണത്. നിനക്ക് വേറൊരു പ്രേമം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ സ്വഭാവം കൊണ്ട് തന്നെ എന്റെ തന്റെ എന്റെ വീട്ടിൽ നിന്ന് ജീവനും കൈ പിടിച്ചോണ്ട് ഓടിയത്. ഏത് ജീവൻ? ഏത് ജീവൻ? എന്റെ തന്തയും കൈ പിടിച്ചോണ്ട് ഓടിയെന്ന് പറഞ്ഞ ജീവൻ. നീ എന്റെ കുഞ്ഞമ്മയുടെ മാപ്പിള. ഓ, എന്റെ മനുഷ്യ ജീവനും കൊണ്ട് ഓടിയെന്നാണ് ഞാൻ പറഞ്ഞത്. മനസമാധാനം എനിക്ക് തരുമോ? ഞാൻ തരാറുണ്ടല്ലോ. എന്നാ പിന്നെ വയ്ക്കൂടെ? ഞാൻ പോവല്ലേ? ഞാൻ പോവാണെന്ന്. അല്ല, നമ്മൾ പ്രസംഗിക്കുന്നു എന്നത് മറ്റുള്ളവർ കാണുന്നു എന്നത് നമ്മൾ കാണുന്നു. ഞാൻ പ്രസംഗിച്ചു, ഇയാൾ കാണുന്നു, ആ കാണുന്നത് ഞാൻ കാണുന്നു. അതല്ലേ പ്രശ്നം? സൈക്കിൾ ഓട്ടാൻ അറിയുന്നവർ കൈപ്പൊക്കെ. സൈക്കിൾ ഓട്ടാൻ അറിയുന്നവർ ആൻസോ. കാർ ഓടിക്കാൻ അറിയുന്നവര്. ബൈക്ക്. ഞാൻ നാളെ രാത്രി നിന്റെ വീട്ടിൽ വരും, നീ ഇറങ്ങി വരണം. ഇല്ലാന്നുണ്ട് അവിടെ ഒരു ശവം കാണും. എടാ, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നൈന്റെ മോളെ ആ ശവം എന്റെ ആയിരിക്കത്തില്ല, നിന്റെ ആയിരിക്കും. വേണ്ടി നമ്മുടെ ഡ്രീമും നമ്മുടെ ലൈഫും ഒക്കെ കോംപ്രമൈസ് ചെയ്യുന്ന പല സ്ത്രീകളെയും പോലെ നിന്റെ എന്നൊക്കെ അറിയാനുള്ള മൗലിക അവകാശം ഒരു ഭാര്യയ്ക്കുണ്ട്. ഞാൻ കക്കൂസി പോയാലും നിന്റെ അടുത്ത് പറയണോ? ചിലപ്പോ പറയേണ്ടി വരും. ഓക്കെ, ഇനി മുതൽ ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്തെന്നും ഒക്കെ ഞാൻ ഓർത്തത് നിന്റെ അടുത്ത് പറയും. Doesn't matter who your father is, doesn't matter who your husband is going to be, doesn't matter who your brother is, it doesn't matter who the man in your life is. You need to be responsible for your finances. And നമ്മളുടെ മുന്നിൽ ചിരിച്ചിരുന്നിട്ട് നമ്മളുടെ ബാക്കിൽ പോയിട്ട് നമ്മളെ കൊണ്ട് കുറ്റം പറയുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും സങ്കടം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണത്, ആരെയും കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കാനേ പാടില്ല.